യിരെമ്യാവിന്റെ പ്രാർത്ഥനകൾക്ക്, വാക്കുകൾക്ക്, പ്രവചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വരുമ്പോൾ, അതിലുപരിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലതൊക്കെ വാഞ്ചി തുഴഞ്ഞിട്ടും കരകയറാൻ കഴിയാതെ, മറുകര കാണാൻ കഴിയാതെ, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയുടെ ഒരു സൂര്യകിരണങ്ങൾ ജീവിതത്തിനകത്ത് കാണാൻ കഴിയാതെ, ഏതൊക്കെ കാർമേഘങ്ങൾ വന്നു മൂടിപ്പോയ ജീവിതത്തിന്റെ ഏതൊക്കെ കോണിലകത്തിരുന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമാണ് ഈ പകലിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയൊരു കൃപകൾക്കായി, നല്ല ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ തുടർമാനമായി നടക്കുന്ന സന്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പകലിലും ദൈവം കൃത്യമായി നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളോട് കൃത്യമായി ഈ സന്ദേശം നിങ്ങളുടെ ചരിത്രത്തെ തിരിക്കത്തക്ക നിലവാരത്തിലൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ദൂത് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും. പണ്ടത്തെ പോലൊരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ. എന്താഴമേറിയ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനാ വരികളാണ്. വിലാപങ്ങളുടെ പുസ്തകം നമുക്കറിയാം, ആഴമേറിയ ഒരു കണ്ണുനീര് നിറഞ്ഞൊരു പുസ്തകമാണ്. പ്രവാസത്തെക്കുറിച്ച്, അടിമത്വത്തെക്കുറിച്ച് ദൈവജനത്തെ ഉണർത്തിച്ച് ഓർപ്പിച്ച് കണ്ണുനീരോടെ അവരുടെ പാപം നിമിത്തം ദൈവസന്നിധിയിൽ കരയുന്നൊരു പ്രവാചകൻ യിരെമ്യാവ്. ആ യിരെമ്യാവിന്റെ പ്രാർത്ഥനകൾക്ക്, വാക്കുകൾക്ക്, പ്രവചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വരുമ്പോൾ ഒരു തലമുറ മുഴുവനും പ്രവാസത്തിലേക്ക് പോകുകയാണ്, പ്രവാസ ജീവിതത്തിലേക്ക് പോകുകയാണ്, അടിമത്വത്തിലേക്ക് പോകുകയാണ്. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, പ്രിയരെ, എവിടെയൊക്കെ ദൈവം നമ്മോട് വാൺ ചെയ്യുന്നുണ്ടോ, ദൈവപ്രവർത്തികൾ ദൈവദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ, അതിലുപരിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലതൊക്കെ വാൺ ചെയ്യും. അരുത് എന്ന് പറയാൻ നമ്മെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. നോ പറയേണ്ടിടത്ത് നോ പറയാൻ വചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തും. ആ ദൈവശബ്ദത്തിന്, മടങ്ങി വരവിൻ്റെ ദൈവശബ്ദത്തിന്, തിരിഞ്ഞു വരേണ്ട ആ ദൈവശബ്ദത്തിന് നാം ഒരിക്കലും മറുതലിച്ചു പോകരുത്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. ദൈവത്തെ വിട്ട് അന്യദേവന്മാരെ ആരാധിക്കുമ്പോൾ അവരെ സുഖിപ്പിക്കുന്ന പ്രവാചനങ്ങൾ, പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന് കേൾക്കുമ്പോൾ അവർ യിരെമ്യാവിനെയും യിരെമ്യാവിൻ്റെ ദൈവം കൊടുത്ത പ്രവചന ശബ്ദത്തെയും ദൈവിക വചനത്തെ അവർ തുച്ഛീകരിക്കുകയാണ്. അവർ ദൈവകൃപയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് ദേശത്തിരുന്ന് കേട്ടാലും, ഏത് രാജ്യത്തിലിരുന്ന് ഈ സന്ദേശം കേട്ടാലും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില പരാജയങ്ങൾക്ക് കാരണം, ചില വേദനകൾക്ക് കാരണം, ചില ഞെരുക്കങ്ങൾക്ക് കാരണം, മുൻപും പിൻപും അടഞ്ഞതുപോലെയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് കാരണം മറ്റൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഏതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വാണിങ്ങുകളെ, ദൈവശബ്ദത്തെ, പ്രവചനത്തെ, ദൈവിക കൽപ്പനകളെ, അതിൻ്റെ വാണിങ്ങുകളെ ധിക്കരിച്ചു എവിടേക്ക് ചലിച്ചത് കൊണ്ടാണ്.
ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന ചില പരാജയങ്ങൾക്ക് കാരണം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവേ പഴയതുപോലൊരു നല്ല കാലം, പഴയതുപോലെ ഒന്ന് ആരാധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സ്ഥിരമായി നാം കേൾക്കുന്ന പദങ്ങളാണ്. പഴയതുപോലെ ഒന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പണ്ടത്തെ പോലൊരു നല്ല കാലം ജീവിതത്തിനകത്ത് വന്നിരുന്നെങ്കിൽ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, സമൃദ്ധിയായിരുന്നു, അനുഗ്രഹമായിരുന്നു. എൻ്റെ ബിസിനസ്സിനകത്ത് ഒരു കുറവില്ലായിരുന്നു, ഒരു പോരായ്മയും ഇന്ന് വരെയും എൻ്റെ മക്കളെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അവർക്ക് ഒരു വേദനയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പാസ്റ്ററെ. ഒത്തിരി നല്ലതായിരുന്നു എൻ്റെ ജീവിതം, ഒത്തിരി സന്തോഷപൂർണമായിരുന്നു എൻ്റെ കുടുംബജീവിതം. ഞാൻ അനുഭവിച്ച നന്മകൾ അത്രയും ശ്രേഷ്ഠമായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയൊക്കെ എന്തൊക്കെ ബ്ലോക്കായിപ്പോയി, സ്റ്റക്കായിപ്പോയി, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒന്നും മുന്നേറാൻ കഴിയാതെ, തുഴഞ്ഞിട്ടും കരകയറാൻ കഴിയാതെ, മറുകര കാണാൻ കഴിയാതെ, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയുടെ ഒരു സൂര്യകിരണങ്ങൾ ജീവിതത്തിനകത്ത് കാണാൻ കഴിയാതെ, ഏതൊക്കെ കാർമേഘങ്ങൾ വന്നു മൂടിപ്പോയ ജീവിതത്തിൻ്റെ ഏതൊക്കെ കോണിലകത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, മടങ്ങി വരിക, റിട്ടേൺ ബാക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇസ്രായേലിനെ കുറിച്ച് യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് കരയുകയാണ്, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. യെരൂശലേം ശൂന്യമായി കിടക്കുകയാണ്, ദേവാലയങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്, അതിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുകയാണ്. ജാതീയ രാജാക്കന്മാർ ദൈവജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, പ്രവാസ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവർ എക്സൈലിനകത്താണ്, അവർ പ്രവാസത്തിനകത്താണ്, അവർ അടിമനുഖം പേറി ജീവിക്കുകയാണ്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഇരുമ്പ് മുഖം വെച്ച ജാതീയ രാജാക്കന്മാർ അവരെ ഭരിക്കുകയാണ്. ഈ പകൽക്കാലം ഏതെങ്കിലും സാത്താന്യ അടിമത്തത്തിനകത്ത്, ഈ ലോകപരമായി എന്തെങ്കിലും അടിമത്തത്തിനകത്ത്, ഒരുപക്ഷെ ഡ്രഗിൻ്റെ അഡിഷനകത്തായിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും അഡിഷനകത്ത് കുരുങ്ങിപ്പോയ തലമുറകളെ ഓർത്ത് കരയുന്ന ഏതോ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ഈ പകൽക്കാലം നിങ്ങളൊന്ന് മടങ്ങുക. നിങ്ങളുടെ തലമുറകളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, തലമുറകളുടെ റെസ്റ്റോറേഷന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, നല്ല വളർച്ച ഉണ്ടാകേണ്ടതിന് വേണ്ടി, നല്ല മാന്യത അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതിന് വേണ്ടി ഈ പകൽക്കാലം ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാമോ? ദൈവത്തോടൊന്ന് പറയാമോ? ദൈവത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നീ വാൺ ചെയ്തപ്പോൾ അങ്ങയുടെ വാണിങ്ങുകളെ ധിക്കരിച്ച് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചത് കൊണ്ടാണ് ഈ ഫെയിലുവർ ഞാൻ അനുഭവിക്കുന്നത്, ഈ വേദന ഞാൻ അനുഭവിക്കുന്നത്. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് കാരണം ഞാൻ തന്നെയാണ്. സറണ്ടർ യുവർ സെൽഫ് ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക. ഈ പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ ആഴമായി കൈമാറുകയാണ്. സറണ്ടർ യുവർ സെൽഫ്. ദൈവസന്നിധിയിൽ മടങ്ങി വരാമെന്നൊരു തീരുമാനമെടുക്കുക. ഞായറാഴ്ച ആരാധനയ്ക്ക് ചെല്ലാമെന്നൊരു തീരുമാനമെടുക്കുക. ദൈവകൃപയിൽ നിൽക്കാമെന്നൊരു തീരുമാനമെടുക്കുക. എന്തിനാണ് ചെറിയ പിണക്കങ്ങൾ കാരണം, ചെറിയ നിസ്സാരമായ ചില വാക്കുകൾ കൊണ്ട് മുറിവേറ്റപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്ന എന്തിനാണ്? ദൈവകൃപയിലേക്ക് നടത്തുക, ദൈവിക പദ്ധതിയിലേക്ക് നടത്തുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ്. യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ദൈവമേ, യഹോവേ, നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഈ പ്രഭാതത്തിൽ എന്നെ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തോട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ, എൻ്റെ തലമുറകളെ ഒന്നും മടക്കി കൊണ്ടുവരണമേ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ എനിക്കൊന്ന് മടക്കി തരണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എങ്കിൽ ആത്മാവിൽ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക്, ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. പണ്ടത്തെ പോലൊരു നല്ല കാലം. ആ പദം എഴുതി ഇന്ന് പകൽക്കാലം ആമേൻ പറയണം. ആ പദ ഹൃദയത്തിനകത്ത് എഴുതിയെടുക്കണം. പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് കൈമാറണമേ. വിശ്വസിക്കാമോ? പണ്ടത്തെ പോലൊരു നല്ല കാലം, ആരാധനയുണ്ടായിരുന്ന നല്ല കാലം, പ്രാർത്ഥനയ്ക്ക് കുറവില്ലാത്ത നല്ല കാലം, ആരാധനയ്ക്കും കൂട്ടായ്മകൾക്ക് സ്നേഹത്തിനും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിലും കുറവില്ലാത്ത നല്ല കാലം, ബിസിനസ്സുകൾ സമൃദ്ധിയായി പോയിക്കൊണ്ടിരുന്ന നല്ല കാലം, അർഹതയില്ലാത്ത വാതിലുകൾ തുറന്നു വന്നൊരു നല്ല കാലം, മിനിസ്ട്രിയുടെ വാതിലുകൾ
തുറന്നു വന്നൊരു നല്ല കാലം. അതിലേക്ക് മടങ്ങി വരണമോ? ഈ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിന്? ദൈവമേ, നീ എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ഞാൻ റെഡിയാണപ്പാ. എന്നെ ഒന്ന് വീണ്ടും കഴുകി എന്നിലെ പാപക്കറവുകൾ, എന്നിലെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് നീ എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാൻ കേട്ടോ. എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും കാണും. നന്മയുള്ളപ്പോൾ, അനുഗ്രഹമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഈ ഭൂമിയിലെ സകലരും നമ്മോട് കൂടെ കാണും. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ വാതിലുകൾ അടയുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് രോഗം വെളിപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബലഹീനത വെളിപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇവരെല്ലാം പതിയെ ഓരോ സ്റ്റെപ്പുകളും പുറകോട്ട് വെച്ച് അവർ നമ്മെ വിട്ട് അകന്നു മാറും. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് നാം ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെടലിനകത്തും എവിടെയൊക്കെ ദൈവിക വാണിങ്ങുകൾ ധിക്കരിച്ചത് കൊണ്ടല്ലേ, ദൈവം നോ പറഞ്ഞിട്ടും നമ്മൾ സ്റ്റെപ്പ് വച്ചത് കൊണ്ടല്ലേ, ദൈവം വേണ്ട എന്ന് നിർബന്ധിച്ചിട്ടും അത് വേണമെന്ന് വാശി പിടിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ചിലത് വാശി പിടിച്ച് നേടിയെടുത്തത് കൊണ്ടല്ലേ പരാജയങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ ദൈവത്തിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. സ്നേഹത്തോടെ ഹൃദയം തുറന്ന് നിങ്ങളോട് കൈമാറാം. പണ്ടത്തെ പോലൊരു നല്ല കാലം വീണ്ടും നിങ്ങളിൽ വെളിപ്പെടും. പണ്ടത്തെ പോലൊരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വീണ്ടും വെളിപ്പെടും. നവോമിയെ നോക്കിയേ, അപ്പത്തിന്റെ ഭവനത്തിലാണ് പാർത്തിരുന്നത്. ചെറിയൊരു ക്ഷാമം, ഒരിക്കലും പോകാൻ പാടില്ലാത്ത, ഒരിക്കലും കാലെടുത്ത് വയ്ക്കാൻ പാടില്ലാത്ത, ദൈവജനം ഒരിക്കലും ചെന്ന് കയറാൻ പാടില്ലാത്ത, 10 തലമുറ വരെ ദൈവസന്നിധിയിൽ വരാൻ പ്രമാണമില്ലാത്ത ഒരു ദേശത്തിലേക്ക് നവോമിയും തന്റെ കുടുംബവും കാലെടുത്ത് വെച്ചു. പോയെടുത്ത് നിന്നടുത്തുള്ളതിനേക്കാൾ പ്രതിസന്ധിയേറി. തനിക്കുള്ളതെല്ലാം ഓരോന്നായി നഷ്ടപ്പെട്ടു. തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു. തന്റെ കുടുംബം നഷ്ടപ്പെട്ടു. ആ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് നവോമി ഇരുന്ന് പറയുന്നൊരു പദമുണ്ട്. നിങ്ങൾ എന്നെ ഒരിക്കലും ഇനി നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിക്കണം. ദൈവം എന്റെ ജീവിതത്തിൽ കയ്പായത് ചെയ്തു. നോക്കിയേ, കയ്പെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോമി ദൈവസന്നിധിയിൽ മടങ്ങി വന്നപ്പോൾ പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടുണ്ടായിരുന്നതിലും വലിയൊരു നല്ല കാലം അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ, പ്രഭാതത്തിൽ ദൈവാത്മാവിൽ നിങ്ങളെ നോക്കി ഞാൻ കൈമാറുകയും, പഴയതിനേക്കാൾ നല്ല കാലം. തകർന്നുപോയ ബിസിനസ്, ഭാരപ്പെടണ്ട, അതിനേക്കാൾ നല്ല ബിസിനസ്. കുടുംബജീവിതം തകർന്നു നീ പറയുന്നോ? അതേ കുടുംബജീവിതത്തെ അതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം പണി. തലമുറകൾ നിന്നെ വിട്ട് അകന്നെന്ന് നീ പറയുന്നു. പക്ഷെ ഒത്തിരി കരഞ്ഞു തലമുറകൾക്ക് വേണ്ടി നീ പറയുന്നു. അവർ നിന്നെ തേടി മടങ്ങി വരും. അത് നല്ല ഭാവി ഉണ്ടാകും. ദൈവദാസന്മാരെ മിനിസ്ട്രി കൈവിട്ടുപോയെന്ന് നിങ്ങൾ പറയുന്നു. കൈവിട്ടിട്ടില്ല, പഴയതിലും നല്ലൊരു കാലം വെളിപ്പെടും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, ഈ പകൽ നിങ്ങളുടെ മേൽ ഒരു നല്ല കാലം വെളിപ്പെടുകയാണ്. സീസണുകൾ ചേഞ്ച് ആയി വരികയാണ്. സീസൺസ് ആർ ചേഞ്ച്. സീസണുകൾ ചേഞ്ച് ആകുക. നിങ്ങളുടെ മേൽ ഒരു പണ്ടത്തെ പോലൊരു നല്ല കാലം വെളിപ്പെടും. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ആമേൻ പറഞ്ഞത് സ്വീകരിക്കണം. നിങ്ങളോടുകൂടെ ഈ പ്രഭാതത്തിൽ ഞാനും ആ ദൂത് സ്വീകരിക്കുക. പ്രിയരെ, നമുക്ക് വേണ്ടേ പഴയതുപോലൊരു നല്ല കാലം? എപ്പോഴും പറയാറില്ലേ, പണ്ടെന്ന് അനുഗ്രഹമായിരുന്നു, പണ്ട് ഇന്നതായിരുന്നു എന്ന് നമ്മൾ ഓർത്തോർത്ത് വിതുമ്പാറില്ല. ആ കാലങ്ങളെ മടക്കി തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഇരമ്യാവ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. ആ ദൈവത്തെയാണ് ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. എന്തിനാ ഭാരപ്പെടുന്നത്? ജീവിതം അവസാനിച്ചിട്ടില്ല, ജീവിതം തീർന്നു പോയിട്ടില്ല.
ദൈവത്തിന് പഴയതുപോലൊരു നല്ല കാലം തരാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ നിമിഷം വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടും. എന്നോടുകൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഏത് രാജ്യത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് വേണം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നുകൊണ്ട്, ആയിരിക്കുന്ന മേഖലയിൽ ഒരു നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് ഈ പകൽ പഴയതുപോലൊരു നല്ല കാലം വെളിപ്പെടും. നാളെയല്ലപ്പ, ഈ നിമിഷം ഞങ്ങൾ മടങ്ങി വരികയാണ്. അങ്ങയുടെ ഫേവറിനകത്ത് കയറുകയാണ്, അങ്ങയുടെ റിസ്റ്റോറേഷനകത്ത് കയറുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മടങ്ങി വരാൻ കഴിയില്ലപ്പ. ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ. എങ്കിലും അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചാൽ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ചിലതിൽ നിന്നും മടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പഴയതുപോലൊരു നല്ല കാലത്ത് നീ വെളിപ്പെടുത്തണം. ഞാൻ ഈ ജനത്തെ അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക ക്രമീകരണങ്ങൾ വെളിപ്പെടും, വലിയ റിസ്റ്റോറേഷനുകൾ വെളിപ്പെടും. അങ്ങനെ ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൻ്റെ. അതേ പ്രിയരെ, ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം, പഴയതുപോലൊരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിശ്ചയമായി അത് വെളിപ്പെടും. ദൈവാസന എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. എനിക്കറിയാം ഒത്തിരി ട്രൈ ചെയ്യുന്നവരുണ്ട്, വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ ദൈവവേദ നിങ്ങൾക്ക് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കും. നിശ്ചയമായി ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കും. നിങ്ങൾക്ക് പഴയതുപോലൊരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും ഞാൻ നിങ്ങളോട് ദൈവവചനത്തുന്ന ദൈവിക സന്ദേശങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേ പ്രിയരെ, ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പ്രഭാതത്തിൽ ഒരു യാത്ര തിരിക്കാമോ? God bless you. Amen.